മനാഫിനെതിരെ ഷിരൂരിൽ മരിച്ച അർജുന്റെ കുടുംബം വൈകാരികതയെ ചൂഷണം ചെയ്ത് മനാഫ് മുതലെടുക്കുകയാണെന്നും പലയിടത്തു നിന്നും കുടുംബത്തിന്റെ ദാരിദ്ര്യം പറഞ്ഞ് ഫണ്ട് സമാഹരിക്കുന്നുണ്ടെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ കുറ്റപ്പെടുത്തി. മനാഫ് സ്വരൂപിക്കുന്ന ഫണ്ടിൽ നിന്നുള്ള പണം കുടുംബത്തിന് വേണ്ട. ഈശ്വർ മാൽപ്പയും മനാഫും ചേർന്ന് യൂട്യൂബിന് വേണ്ടി നാടകം കളിച്ചു. അമ്മയെയും മാർക്കറ്റ് ചെയ്തു. മനാഫിന്റെ ലോറിക്ക് അർജുന്റെ പേരിടരുതെന്നും ഇനിയും ഇതേ രീതി തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അർജുന്റെ കുടുംബം വ്യക്തമാക്കി. ഇത്രയും വൈകാരികമായ സ്ഥിതിക്ക് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അർജുനെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾ ഒറ്റ കെട്ടായിട്ട് ഞങ്ങൾ മുന്നേറി അത് ചെയ്തു. പക്ഷേ ഇതിനിടയ്ക്ക് ചില വ്യക്തികൾ ഈ സംഭവത്തെ വൈകാരികമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈശ്വർ മാൽപ്പയും പിന്നെ മനാഫയും കൂടി നടന്ന ഒരു നാടക പരമ്പരയായിരുന്നു നടന്നത്. ആ വൈകാരികത ഇദ്ദേഹം ചൂഷണം ചെയ്തു. പല രീതിയിൽ നിന്ന് പല കോണിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയില്ല. പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞങ്ങൾ ഇതുവരെ ആരോടും പണം ആവശ്യപ്പെട്ടില്ല. ഒരാൾ പോലും ഈ പറയുന്ന വ്യക്തിക്ക് പണം കൊടുക്കരുത്. ഞങ്ങൾക്ക് പണത്തിന് ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ സംവിധാനങ്ങളാണെങ്കിൽ കൃഷ്ണപ്രിയയ്ക്കും ജോലി കൊടുത്തു, മകന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. മറ്റെല്ലാം സംവിധാനം എല്ലാ സാധാരണക്കാരുടെ വീട്ടിലുള്ള പോലെയുള്ള സംഭവം നമ്മളെ വീട്ടിലുള്ളൂ. അതിൽ കൂടുതലായിട്ടുള്ള ഒരു ബാധ്യതയൊന്നും ഈ വീട്ടിലും ഇല്ല. ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഒരു PR വർക്കാണ് ഇതിൽ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്. എന്നാൽ ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളുകയാണ് മനാഫ്. കുടുംബം ഉന്നയിക്കുന്ന കാര്യങ്ങൾ സത്യമെന്ന് തെളിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊന്നോളൂ എന്നായിരുന്നു മനാഫിന്റെ പ്രതികരണം. ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരികയാണെങ്കിൽ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും, കല്ലെറിഞ്ഞ് കൊന്നാളെൻ്റെ. ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ എന്താണ്, ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം. ഒരാളാണെങ്കിൽ ഒരാളെ ചവിട്ടിലെത്തണം. അർജുൻ എന്നുള്ള പേര് ടാറ്റ, ബിർള അല്ലെങ്കിൽ കൊക്കക്കോല, പെപ്സി എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് പേരാ. എൻ്റെ ലോറി സാരില്ല, അർജുൻ തന്നെ പേരിടും. ഞാൻ പറഞ്ഞ ആരോ ഓരോ തെറ്റിദ്ധരിപ്പിച്ച നിസാർ നമ്മളെ ഫാമിലിയാണ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവരുമായി സംസാരിച്ചു തീർക്കും. സാനിയോ മനോമി, ശരത് SS എന്നിവരാണ് തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം സാനിയോയിലേക്കാണ്. സാനിയോ, അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ലോറി ഉടമ എന്ന് പറയപ്പെടുന്ന മനാഫിനെതിരെ അർജുന്റെ കുടുംബം നടത്തിയിട്ടുള്ളത്. കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഒരുമിച്ചിരുന്നാണ് വാർത്താ സമ്മേളനത്തിൽ മനാഫിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ വിധത്തിലൊരു വാർത്താ സമ്മേളനം വിളിച്ചത്? എന്തൊക്കെയാണ് വിവരം? ബിനിൽ, ഇത് പെട്ടെന്ന് വന്ന ഒരു വാർത്താ സമ്മേളനം അല്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതായത് ഈ അർജുൻ്റെ മൃതശരീരം, ഭൗതിക ശരീരം അടക്കിയതിന് ശേഷം തന്നെ യൂട്യൂബിലടക്കം വ്യാപകമായി കമൻറ്റുകളും മറ്റും വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കുടുംബം ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനത്തിലേക്ക് എത്തിയത്. കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അതായത് അർജുൻ്റെ അച്ഛൻ, അമ്മ, ഭാര്യ, അനുജത്തി, അനുജൻ, ചേച്ചിയുടെ ഭർത്താവ് എന്നിവരെല്ലാവരും ഒരുമിച്ചിരുന്നായിരുന്നു വാർത്താ സമ്മേളനം. അതായത് അർജുൻ്റെ പേരിൽ ചിലർ പണം പിരിക്കുന്നത്, മനാഫിൻ ഇടപെട്ട് പണം പിരിക്കുന്നു എന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വീട്ടിലെത്തിയ ചിലർ, അതായത് അർജുൻ്റെ മകൻ അയാന് 2000 രൂപയൊക്കെ കൊടുത്തതിന് ശേഷം അത് വീഡിയോ എടുത്ത് യൂട്യൂബിൽ പ്രചരിപ്പിക്കുകയാണ്. തങ്ങൾക്ക് വലിയ ദാരിദ്ര്യമാണെന്ന തരത്തിലുള്ള പ്രചാരണമാണ് നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ കുടുംബത്തിന് അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. കാരണം സൗകര്യങ്ങളെല്ലാം തന്നെ, അടിസ്ഥാന ഔദ്യോഗിക വൃത്തങ്ങളെല്ലാം തന്നെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകിയിട്ടുണ്ട്. കൃഷ്ണപ്രിയയുടെ ഭാര്യയ്ക്ക് ജോലി കിട്ടി, അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി. കൂടാതെ അയാൻ്റെ പേരിൽ പണം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് സർക്കാർ വൃത്തങ്ങൾ തന്നെ ഇട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ കുടുംബത്തിനൊരു ദാരിദ്ര്യമോ അത്തരത്തിലുള്ള അവസ്ഥയോ ഒന്നുമില്ല. പക്ഷേ കുടുംബത്തിൻ്റെ വൈകാരികതയും മറ്റും ചൂഷണം ചെയ്തുകൊണ്ടാണ് മനാഫും അതുപോലുള്ള ആക്ഷൻ കമ്മിറ്റി അടക്കമുള്ള ആളുകളും ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് ഒരു പൈസയും വേണ്ട, അത് പാവപ്പെട്ട ആർക്കെങ്കിലും കിട്ടട്ടെ എന്നാണ് ജിതിൻ പറയുന്നത്. ജിതിനും സഹോദരങ്ങളെല്ലാവരും സംസാരിക്കുമ്പോൾ അത് തന്നെയാണ് പറയുന്നത്. മാത്രവുമല്ല,
ആർക്കെങ്കിലും പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ അവർക്കാണ് അത് കൊടുക്കേണ്ടതെന്ന് പറയുന്നു. കൃഷ്ണപ്രിയയാണ് ഇത്തരത്തിൽ അയാന് 2000 രൂപ കൊടുത്ത് വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്ന കാര്യം പറഞ്ഞത്. അർജുൻ്റെ ബൈക്ക് നന്നാക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു വൈകാരിക മുതലെടുപ്പ് മനാഫ് നടത്തിയെന്ന് കൃഷ്ണപ്രിയ പറഞ്ഞു. അതായത് അർജുൻ പോകുന്നതിന് മുൻപ് തന്നെ ബൈക്ക് നന്നാക്കി വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ മനാഫ് വൈകാരികമായി പറയുന്നത് അർജുൻ്റെ ബൈക്ക് വരെ താൻ നന്നാക്കി വെച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ കാണാനിടയാവുന്നു യൂട്യൂബ് ചാനലിൽ എന്നാണ്. അമ്മയുടെ വൈകാരികതയെ ചൂഷണം ചെയ്യുന്നതിലേക്ക് മനാഫ് പോകുന്നു. ലൈവിലാണ് സംസാരിക്കുന്നതെന്ന് പോലും അറിയാതെ അമ്മയെ വിളിച്ചുകൊണ്ട് ലൈവായിട്ട് സുഖമില്ലാത്ത അമ്മയെ വിളിച്ചുകൊണ്ട് ലൈവായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. 3ാം ഘട്ട തെരച്ചിലിൻ്റെ സമയത്തൊക്കെയാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് തുടങ്ങിയത്. ആദ്യഘട്ടങ്ങളിലൊക്കെ വളരെ നന്നായി സഹകരിച്ചാണ് മുന്നോട്ട് പോയത്. 3ാം ഘട്ടമാകുമ്പോഴേക്കും മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. മനാഫിൻ്റെയും ഈശ്വർ മാൽപ്പയുടെയും യൂട്യൂബ് ചാനലിന് വേണ്ടിയുള്ള നാടകമാണ് നടത്തിയത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. 3ാം ഘട്ട തെരച്ചിലിൻ്റെ സമയത്ത് മാൽപ്പയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. 2 ദിവസം നഷ്ടമാക്കുന്നത് മാൽപ്പയും കൂടിയാണ്. യൂട്യൂബ് ചാനലിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. അതായത് മാൽപ്പയെ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു നാടകം നടക്കുന്നതെന്ന് പറയുന്നു. അർജുനെ കിട്ടിയാൽ എല്ലാം നിർത്തുമെന്ന് പറഞ്ഞവർ അതിനുശേഷവും ഒന്നും നിർത്തിയില്ല. മാത്രമല്ല ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയതിന് ശേഷം മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി കുടുംബത്തിന് ഡയറക്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. എന്താവശ്യമുണ്ടെങ്കിലും മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ആക്ഷൻ കമ്മിറ്റി ഒരു ഘട്ടത്തിൽ പോലും ഇവരെ മുഖ്യമന്ത്രിയെ കാണാൻ പോകേണ്ട സാഹചര്യം ഇല്ലാതിരുന്നിട്ട് കൂടിയും മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. എന്നാൽ കാർവാർ SP-യും MLA-യും അടക്കം മനാഫിനെ അവിടെ നിന്ന് മാറ്റാൻ അവസാന ഘട്ടത്തിൽ ഞങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് അത് ചെയ്യാതിരുന്നത്. മാധ്യമപ്രവർത്തകരടക്കം ആദ്യാവസാനം കൂടെ വന്നു. കരഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയടക്കം ചൂഷണം ചെയ്തുകൊണ്ടാണ് മനാഫ് മുന്നോട്ട് പോയതെന്നാണ് അങ്ങനെ എണ്ണി ഓരോ കാര്യങ്ങൾ പറയുകയായിരുന്നു. ശരത് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയെ ആ വീട്ടിലുള്ള മറ്റാളുകൾ 5 ഉൾപ്പെടെയുള്ള ആളുകൾ മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്ന വിധത്തിൽ പോലും പ്രചാരണങ്ങൾ ഉണ്ടായി. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകാരികമായി തങ്ങളെ ബാധിച്ചതുകൊണ്ടാണ് പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് എത്തിയത് എന്നും അർജുന്റെ കുടുംബം പറയുകയുണ്ടായി. ശരത്തിലേക്ക് പോവുകയാണ്. ശരത്താണ് മനാഫിന്റെ പ്രതികരണം എടുത്തിട്ടുള്ളത്. ശരത്ത് ഓരോ കാര്യങ്ങളും സാനിയോ ചൂണ്ടിക്കാട്ടിയതുപോലെ ഓരോ കാര്യങ്ങളും എണ്ണിയാണ് പറഞ്ഞിട്ടുള്ളത് അർജുന്റെ കുടുംബം. പക്ഷേ മനാഫ് ഇവിടെ ആകെ മൊത്തത്തിൽ പരത്തി പറയുന്നതല്ലാതെ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടികൾ നൽകിയിട്ടില്ല എന്നാണ് ആ പ്രതികരണം പൂർണ്ണമായി കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് മനാഫ് പറഞ്ഞിട്ടുള്ളത്? എങ്ങനെയാണ് പ്രതിരോധിക്കാൻ ശ്രമിച്ചത് ഇതിനെ? ബിനിൽ, അതായത് അർജുൻ്റെ കുടുംബം ഉന്നയിച്ച ആരോപണം തള്ളിയാണ് മനാഫ് ഇന്നിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അർജുൻ്റെ കുടുംബം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം മനാഫ് ഇത്തരത്തിൽ സാമ്പത്തിക പിരിവ് നടത്തി അർജുൻ്റെ പേരിൽ എന്നുള്ളതാണ്. എന്നാൽ അത്തരമൊരു പിരിവ് നടത്തിയിട്ടില്ല, അത്തരമൊരു പണപ്പിരിവ് താൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനാഫ് പറയുന്നത്. കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, കുടുംബത്തിൻ്റെ ആരോപണം താൻ കാര്യമായി എടുക്കുന്നില്ല എന്നും മനാഫ് പറയുകയുണ്ടായി. മാത്രമല്ല ഈ ഒരു ആരോപണം തെളിയിക്കുകയാണെങ്കിൽ തന്നെ കല്ലെറിഞ്ഞു കൊല്ലട്ടെ എന്നും മനാഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മറ്റൊന്ന് പ്രധാനപ്പെട്ട ആരോപണമായി ഉയർന്നിട്ടുണ്ടായിരുന്നത് ഈ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടാണ്. മനാഫ് അർജുൻ്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ യൂട്യൂബ് ചാനൽ അത് ദുർവിനിയോഗം ചെയ്തു എന്നുള്ളതാണ്. അത് അർജുനെ മുതലെടുക്കാൻ വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നുള്ളതായിരുന്നു ബന്ധുക്കളുടെ പ്രധാന ആരോപണം. പക്ഷേ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അർജുനെ മറക്കാതിരിക്കാനാണ് എന്നുള്ളതാണ് മനാഫ് പ്രതികരിച്ചിട്ടുള്ളത്. ഒപ്പം ഈ ഒരു യൂട്യൂബ് ചാനൽ അവിടുത്തെ ഈ തിരച്ചിൽ സംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക എന്നായിരുന്നു ആ ചാനൽ തുടങ്ങുന്ന സമയത്ത് തൻ്റെ ലക്ഷ്യം. 20 ദിവസം മറ്റോ ആയിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ടെന്നും അദ്ദേഹം പറയുന്നത്. അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചതായിരുന്നു. പക്ഷേ നിലവിൽ ഇത്തരമൊരു ആരോപണം വരുന്ന പശ്ചാത്തലത്തിൽ അത് അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ രീതിയിൽ അർജുൻ്റെ ആ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി തള്ളുകയാണ്. മാത്രമല്ല അർജുൻ്റെ കുടുംബം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അർജുൻ്റെ പേര് ഈ ലോറിക്ക് ഇടരുത് എന്നുള്ളതാണ്. പക്ഷേ ഈ ലോറിക്ക് അർജുൻ്റെ പേരിടും എന്നുള്ളതാണ് മനാഫ് പറയുന്നത്. അർജുൻ എന്ന പേര് തന്നെയാവും താൻ ലോറിക്ക് ഇടുക. അർജുൻ എന്ന പേര് അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടേത് ആ രീതിയിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഒരാൾ അവകാശപ്പെടാൻ മാത്രമുള്ളതല്ല, മറ്റേതെങ്കിലും കമ്പനികളുടെ പേര് പോലെയല്ല അർജുൻ എന്ന പേര്. അതുകൊണ്ട് തന്നെ തനിക്ക് ആ പേരിടാൻ അവകാശമുണ്ട് എന്നുള്ളതാണ് മനാഫ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോറിക്ക് അർജുൻ എന്ന പേരും താനിടും. നിലവിൽ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ പൂർണ്ണമായും തള്ളി തന്നെയാണ് മനാഫ് രംഗത്തെത്തിയിട്ടുള്ളത്. ഇനിയും ഈ വിധത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ മനാഫിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട ഘട്ടത്തിലേക്ക് തങ്ങൾ എത്തും. സാനു തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ വിധത്തിൽ വളരെ വേഗത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയല്ലായിരുന്നു. അതിരൂക്ഷമായിട്ടുള്ള സൈബർ ബുള്ളിയിങ് ഉൾപ്പെടെ നേരിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ, പുറത്തിറങ്ങാൻ പറ്റാത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വിധത്തിൽ വന്ന് പരസ്യമായി ഇതെല്ലാം തുറന്നു പറയേണ്ടി വന്നത്. എല്ലാ തെളിവുകളും തങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അർജുൻ്റെ സഹോദരൻ